ചോദിക്കുന്നതല്ല ഉള്ളതല്ല ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ എന്റെ മുന്നിൽ വരണോ. എന്തൊരു ദജ്ജാല് പഠിച്ചവനെ മസീഹ് ദജ്ജാൽ ഇയാളിനെ ആയിരിക്കും, ആർക്കറിയാം. ഇനിയൊക്കെയാണോ ഇയാൾക്കൊരു ബുക്ക് എടുക്കുന്ന രസമുണ്ട്. അത് ഈ ബുക്കിന്റെ മുമ്പ് ഒരു എടുക്കുന്നത് എനിക്ക് എടുത്തിട്ട് അവിടുത്തെ അങ്ങ് വെക്കൂ. എനിക്ക് പിന്നീട് ഒരു വെല്ലുവിളി വെച്ചാട്ട് പറയാം, ഞാൻ കത്തും, എനിക്ക് എന്തിനാ കക്കണ്ട്, ഇവിടെ ഉള്ളത് തന്നെ പറയുന്നത് നേരില്ല, എന്നിട്ട് ഇല്ലാത്തത് പറയുന്നത് അതിനെ ഇവിടെ മണിക്കൂർ കഴിയില്ല. പിന്നെ മൂപ്പര് പറയണേ ഞാൻ ഇവിടെ കുറെ വായിച്ചിട്ടുണ്ട്, എന്താണ് അതിൽ വായിക്കാൻ വേണ്ടി കുറെ വിട്ടുപോയിട്ടുണ്ട്. ഒന്നും സുഹൃത്തുക്കളെ നമ്മളിവിടെ വിട്ടുപോയിട്ടില്ല. ഇതിൽ പറഞ്ഞ ആശയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി വായിച്ചിട്ടുണ്ട്, യാതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ചോദ്യം എന്താ, അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും എന്ന് ഇഷ്ടദാസന്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകും എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ആരാണ് പോലെ കേൾക്കുമെന്ന് എഴുതി വെച്ചത്, പോലെ അറിയുമെന്ന് എഴുതി വെച്ചത്, പോലെ കാണുമെന്ന് എഴുതി വെച്ചത്? അതല്ലേ നിങ്ങൾ തുടരേണ്ടത്? അതല്ലേ ആരോഗ്യപരമായ സംവാദം? അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടത്? വെറുതെ അതൊന്നും പറയാ കടകള് എടുത്ത് ഒന്നിങ്ങനെ എടുത്ത് അതവിടെ വെച്ച് എന്തോ ഒരു കുതന്ത്രം എന്നറിയോ. എന്നാ പോലെയല്ലേ കേൾക്കേണ്ടത് അല്ലേ? മൗലവിന്റെ റൂഹിന്റെ കേൾപ്പിച്ചു തരാം കേട്ടോ. മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല വസംഅ മിൻഹു ثم عينا باصرا اي مثل ذلك في المطالب هرولا. മുബർക്ക് പോലെ എന്നുള്ളതിന് ഒരു അറബി ഭാഷ കിട്ടണം. ഐ മിസില ദാലിക, അല്ലാഹ് കാതാകും കണ്ണാവും എന്ന് പറഞ്ഞാൽ കാതുപോലെയാകും കണ്ണുപോലെയാകും എന്ന് പറഞ്ഞാൽ അസാധാരണമായ കേൾവി അല്ലാഹു മുഖേന, അസാധാരണമായ അറിവ് അല്ലാഹു മുഖേന. അപ്പൊ പോലെന്ന് കാണിക്കുന്നു, പോലെന്ന് കാണിച്ചല്ലോ ഇനി രാജിവെക്കുവോ? മിസിലദാലിക കാണിച്ചല്ലോ ഇനി രാജിവെക്കുവോ? ഇനി അവസാനം ഒന്ന് മുജാഹിദിന്റെ ബുക്കും വായിക്കട്ടെ, എന്നാലല്ലേ ആപ്പ് കൊടുക്കാനാവും. ഇനി അൽമനാർ വായിക്കട്ടെ, എടുക്കുമോനെ അൽമനാർ. പോലെ എഴുതിയത് പോലെ എഴുതി അൽമനാർ മുജാഹിദിന്റെ പത്രായി വായിക്കുന്നത്. പോലെ എഴുതിയത് പോലെ എഴുതിയ വേണം മൂപ്പർക്ക്. അള്ളാന്റെ സിഫത്തിന് പോലെന്ന് നിങ്ങൾ എഴുതിയതാ വായിക്കുന്നത് കേട്ടോ. അർ-റഹ്മാൻ എന്ന വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് വായനക്കാര് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റാരെയും അതുകൊണ്ട് വിശേഷിപ്പിക്കരുത്. എന്നാൽ അർ-റഹീം എന്ന വിശേഷണം അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ വിശേഷണമായ റഹീം അള്ളാനെ വിശേഷിപ്പിച്ചതുപോലെ റസൂലുള്ളാഹിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാന്റെ സിഫത്ത് അള്ളാന്റെ റസൂലിനെയും പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെ മുഖപത്രത്തിലാണ് വായിച്ചത്. മുജാഹിദേ, ആൺകുട്ടികളാണോ രാജിവെച്ച് വന്നോ സുന്നിയിലേക്ക്? രാജിവെച്ച് വന്നോ സുന്നിയിലേക്ക്? വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചാ പോരാ, ആരോഗ്യപരമായ സംവാദമല്ലേ. ആരോഗ്യമുണ്ടെങ്കിൽ വന്നോ, അൽമനാറിന്റെ കെട്ടുകൊടുത്ത് പൊയ്ക്കോ, അൽമനാറിന്റെ കെട്ടുകൊടുത്ത് പൊയ്ക്കോ ആരോഗ്യമുണ്ടെങ്കിൽ. മൂപ്പര് ഒരിക്കൽ പറയുന്നുണ്ട്, അള്ളാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സൃഷ്ടികൾക്കും ഇല്ലാത്ത പ്രത്യേകത മൗലവി, സൃഷ്ടികൾക്കുള്ള വല്ല പ്രത്യേകതയും അള്ളാഹ്ക്കുണ്ടോ? ഇല്ലാത്ത പ്രത്യേകത. അള്ളാന്റെ പ്രത്യേകത ഒന്ന് വേറെ തന്നെ, സൃഷ്ടികളൊന്ന് വേറെ തന്നെ. റഹീം തന്നെ അള്ളാഹ് റഹീമായത് പോലെ റസൂൽ റഹീമായത്. റുഹമാഉ ബൈനഹും, സർവ്വ മുഅ്മിനീങ്ങളും റഹീമുകളാണ് എന്ന് ഖുർആനിലില്ലേ? പക്ഷെ അത് അള്ളാന്റെ മാനക്ക. അള്ളാഹ് റഹീമാണെന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകൊണ്ട്, റസൂലുള്ള റഹീമാണ്, ഔലിയാക്കൾ റുഹമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊടുക്കുന്ന കഴിവുകൊണ്ട്. വ്യത്യാസം വന്നില്ലേ? അള്ളാന്റെ സുവിശേഷം പോലെ വേറെ ആർക്കും കിട്ടും? ആർക്കാണ് ഒരു സംശയം? ഇനി ഇൻഷാ അല്ലാഹ് മൗലവിയുടെ ബാക്കി തട്ടിപ്പുകൾ ഞാൻ നാളെ വിശദീകരിക്കുന്നു. ഇന്നെല്ലാവരും എഴുന്നേറ്റ് 3 സ്വലാത്ത് നമുക്ക് ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.